ആലുവ പട്ടണത്തിലെ പ്രമുഖനായ ഒരു വ്യാപാരിയായിരുന്നു മാഞ്ഞൂരാൻ വീട്ടിൽ തൊമ്മി. തൊമ്മിയുടെ മക്കളായ ജോർജ്, ജോസ്, അഗസ്റ്റിൻ എന്നിവരും കുടുംബ വ്യാപാരത്തിൽ വ്യാപൃതരായിരുന്നു. സ്ഥലത്തെ അന്തസ്സും അഭിമാനവും സമ്പത്തുമൊക്കെയുള്ള അഭിവൃദ്ധമായ കുടുംബം. ആലുവ പട്ടണത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് മാഞ്ഞൂരാൻ തറവാടും. മരിക്കുന്നതിനു മുന്നേ തൊമ്മി വസിയത്തെഴുതി വെച്ചത് പ്രകാരം അദ്ദേഹം നോക്കി നടത്തിയിരുന്ന കച്ചവട സ്ഥാപനവും തറവാട് വീടും ഇളയ മകനായ അഗസ്റ്റിനും, ബാക്കി 2 സ്ഥാപനങ്ങളും മറ്റു ചില വസ്തുക്കളും മൂത്ത മക്കളുടെ പേരിലും, ആലുവ പട്ടണത്തിനടുത്തുണ്ടായിരുന്ന 40 സെന്റ് വസ്തു മക്കൾക്ക് തുല്യമായി വീതിക്കുവാനുമായിരുന്നു നിർദ്ദേശം. അപ്പൻ മരിച്ച് 41-ന്റെ അന്ന് രാത്രി തറവാട്ട് വീട്ടിൽ ഒത്തുചേർന്ന മക്കൾ അപ്പൻ്റെ വസിയത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് വസിയത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി ജോർജും ജോസും അറിയുന്നത്. വയസ്സായ അമ്മയെയും ഡിവോഴ്സിയായ പെങ്ങളെയും നോക്കുന്നത് കൊണ്ട് തുല്യമായി വീതിക്കേണ്ട 40 സെന്റ് അഗസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റാനാണ് പുതിയ നിർദ്ദേശം. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ജോസും ജോർജും അഗസ്റ്റിനുമായുള്ള ബന്ധങ്ങൾ അന്നത്തോടെ ഉപേക്ഷിക്കുന്നു. അതോടുകൂടി ആരുമായും അധികം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു അഗസ്റ്റിനും കുടുംബവും ജീവിച്ചിരുന്നത്. അഗസ്റ്റിൻ, അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര, ഭാര്യ മേരി, മകൾ ധന്യ, മകൻ ജസ്മോൻ, ഡിവോഴ്സിയായ അഗസ്റ്റിൻ്റെ പെങ്ങൾ കൊച്ചിറാണി. 2001 ജനുവരി 7 ഞായറാഴ്ച. എറണാകുളത്ത് താമസിക്കുന്ന അഗസ്റ്റിൻ്റെ ഭാര്യ മേരിയുടെ സഹോദരൻ രാജൻ്റെ കൂടെയാണ് രോഗശയ്യയിൽ കഴിയുന്ന മേരിയുടെ അപ്പൻ താമസിക്കുന്നത്. അന്നേ ദിവസം രാജൻ്റെ ഭാര്യയുടെ തറവാട്ടിൽ നടക്കുന്ന എന്തോ പരിപാടിയിൽ പങ്കെടുക്കാൻ രാജനും ഭാര്യയും പോകുന്നത് കൊണ്ട് അപ്പൻ ഒറ്റയ്ക്കാണ്. തലേ ദിവസം തന്നെ ആലുവയിൽ മേരിയെ വിളിച്ച് അപ്പന് കൂട്ടുനിൽക്കാൻ ഏർപ്പാടാക്കിയ ശേഷമാണ് രാജനും കുടുംബവും പോയത്. പക്ഷേ സമയം ഏറെ കഴിഞ്ഞിട്ടും മേരി എത്തിയില്ല. അപ്പൻ 1-2 തവണ മാഞ്ഞൂരാൻ വീട്ടിൽ വിളിച്ചെങ്കിലും ബെല്ല് റിങ് ചെയ്തതല്ലാതെ ആരും എടുത്തില്ല. മാഞ്ഞൂരാൻ വീടിൻ്റെ അടുത്തായി താമസിക്കുന്ന അഗസ്റ്റിൻ്റെ സഹോദരൻ ജോർജിനെ വിളിച്ചെങ്കിലും ജോർജും അഗസ്റ്റിനും പിണക്കത്തിലായതുകൊണ്ട് ഫലമുണ്ടായില്ല. മാഞ്ഞൂരാൻ വീട്ടിലെ ബന്ധുവും അയൽക്കാരനും പൊതുപ്രവർത്തകനുമായ സബാസ്റ്റ്യനെ വിളിച്ചു. സബാസ്റ്റ്യൻ വീട്ടിൽ നിന്ന് ഏന്തി നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കാണുന്നില്ലെന്നും എത്തിയാൽ വിളിക്കാൻ പറയാമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. വീണ്ടും മാഞ്ഞൂരാൻ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. അപ്പന് എന്തോ പന്തുകേട് മണക്കാൻ തുടങ്ങി. രാത്രി 9 മണിയായപ്പോൾ തിരിച്ചെത്തിയ രാജനോട് കാര്യം അവതരിപ്പിച്ചു. ഒന്ന് അവിടെ വരെ പോയി നോക്കാൻ അപ്പൻ ആവശ്യപ്പെട്ടു. അങ്ങനെ രാജൻ തൻ്റെ ഒരു കൂട്ടുകാരനുമൊത്ത് രാത്രി 10 മണിയായപ്പോഴേക്കും ആലുവയിലെത്തി. ദുരൂഹമായ രീതിയിൽ ഇരുട്ട് പരന്നു കിടക്കുന്ന മാഞ്ഞൂരാൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഇരുവരും വീടിനടുത്തേക്ക് നടക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ടോർച്ചിൻ്റെ വെട്ടത്തിൽ ചുറ്റുപാടും നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ കയറി മുൻവശത്തെ വാതിലിലേക്ക് നോക്കുമ്പോൾ വാതിൽ ചാരുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. രാജൻ ആ വാതിൽ പതുക്കെ തള്ളി തുറന്നതും അയാളുടെ മൂക്കിനുള്ളിലേക്ക് അസഹ്യമായൊരു ഗന്ധം തുളച്ചു കയറി. മൂക്ക് പൊത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ തറയിൽ ചോര തളം കെട്ടിക്കിടക്കുന്നു. സാധനങ്ങളെല്ലാം വലിച്ചു വാരി കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. വീട് നിറയെ ചോരയും ചോരയുടെ മനം മടിപ്പിക്കുന്ന രൂക്ഷഗന്ധവും. രാജൻ ഉടൻ തന്നെ ആലുവ നഗരത്തിലെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്കെത്തുന്നു. ചോരയിൽ മെഴുകിക്കിടക്കുന്ന മാഞ്ഞൂരാൻ വീട്ടിനുള്ളിൽ കടന്ന പോലീസ് ഹാളിൽ കിടക്കകളും സോഫയുടെ കുശനും കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന അഗസ്റ്റിൻ്റെ ഇളയ മകൻ ജസ്മോൻ്റെയും ഹാളിൽ നിന്ന് മുറിയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ പിന്നിൽ നിന്ന് അടിയേറ്റി വീണ പോലെ മകൾ ധന്യയും കോടാലി കൊണ്ട് തലയ്ക്ക് മാരകമായ മുറിവുകളോടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അടുക്കളയിലേക്ക് കയറുന്നിടത്ത് അഗസ്റ്റിൻ കോടാലി കൊണ്ടുള്ള പ്രഹരത്തിൽ ശിരസ് തകർന്ന നിലയിലും ഭാര്യ മേരി തലക്കേറ്റ അടിയിൽ കുത്തിയിരുന്ന നിലയിലും കൊല്ലപ്പെട്ട് കിടക്കുന്നു. അടുക്കളയിൽ അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണി കഴുത്തിൽ വയർ ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ രീതിയിലും അമ്മ ക്ലാര തലക്കടിയേറ്റ് ചോരയിൽ കുളിച്ചും കിടക്കുന്നു. പട്ടണത്തിനെ നടുക്കിക്കൊണ്ട് മാഞ്ഞൂരാൻ കുടുംബത്തിലെ 6 പേരുടെ അതിദാരുണവും ക്രൂരവുമായ രീതിയിൽ കൊല ചെയ്ത വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതിൽ പിന്നീട് കുറച്ചുകാലം നിദ്രാവിഹീനമായ നാളുകളായിരുന്നു ആ നഗരത്തിന്. ആര്, എന്തിന്
എന്നീ 2 ചോദ്യങ്ങൾ ആ രാത്രി പോലെ ദുരൂഹതയിലാണ്ട് കിടന്നു. പോലീസ് അവരുടെ നടപടികൾ ആരംഭിച്ചു. ആലുവ പട്ടണം പിറ്റേന്ന് കാലത്ത് പുലർന്നത് മാഞ്ഞൂരാൻ വീടിൻ്റെ ചുറ്റിനും പത്രക്കാരും പോലീസുകാരും നാട്ടുകാരും അടങ്ങുന്ന ഒരു ജനസാഗരമായാണ്. ഇന്നത്തേതുപോലെ സാമൂഹിക മാധ്യമങ്ങൾ അന്നില്ലാത്തതുകൊണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും ജനുവരി 8-നാണ് വിവരം അറിയാൻ തുടങ്ങിയത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തെത്തി അന്വേഷണ പ്രക്രിയകൾക്ക് തുടക്കമിട്ടു. 30 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘം റൂറൽ SP സേതുരാഘവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കഥകൾ പരക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. പിണക്കത്തിലായിരുന്ന സഹോദരങ്ങൾ വൈരാഗ്യം തീർത്തതാണെന്ന കഥയാണ് വലിയ സ്വീകാര്യത ലഭിച്ചത്. പോലീസിന്റെ ആദ്യ അന്വേഷണവും ആ വഴിയിലായിരുന്നു. അപ്പന്റെ വസിയത്തിലെ തിരുത്തിനെ ചൊല്ലിയുണ്ടായ വൈരം മൂലം മറ്റാരെയോ ഉപയോഗിച്ച് അഗസ്റ്റിനെയും കുടുംബത്തിനെയും വകവരുത്തി. പോലീസിന് അത്തരത്തിലൊരു സംശയമുണ്ടാകാനുള്ള കാരണം മാഞ്ഞൂരാൻ വീട്ടിൽ നിന്നോ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്നോ വിലപിടിപ്പുള്ള ഒന്നും നഷ്ടമായിട്ടില്ല എന്നതാണ്. എന്നാൽ ചുവരിൽ ചോര കൊണ്ട് വരഞ്ഞ ശൂലത്തിന്റെ ചിഹ്നമാണ് അതിൽ നിന്നും അന്വേഷണത്തെ ദിശ മാറ്റിവിട്ടത്. ഏതെങ്കിലും തീവ്രവാദ സംഘടനകളാണോ കൃത്യത്തിന് പിന്നിലെന്ന തിയറിയിലൂടെയാണ് പിന്നെ അന്വേഷണം പോയത്. ഈ വാർത്ത ജനങ്ങൾ അറിഞ്ഞതോടെ സന്ധ്യ ആവുമ്പോൾ തന്നെ ആലുവ പട്ടണം ആളൊഴിഞ്ഞ് വിജനമായി. തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോകൾ ഒഴിഞ്ഞ കസേരകൾക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസിന് ആ വഴിയിൽ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ലഭിച്ച ആകെ തെളിവ് ഗോവണിയിൽ പതിഞ്ഞ ഒരു വിരലടയാളവും അഗസ്റ്റിൻ്റെ മകളുടെ കയ്യിൽ കുടുങ്ങിയ കുറച്ച് മുടിനാരും ചുമരിൽ വരഞ്ഞ ഒരു ശൂലത്തിൻ്റെ ചിഹ്നവുമായിരുന്നു. അയൽക്കാരെയും ബന്ധുക്കളെയും നിരന്തരമായി ചോദ്യം ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചോദിച്ചറിഞ്ഞു. ആലുവയിലെയും എറണാകുളത്തെയും മോഷണവും പിടിച്ചുപറിയും നടത്തുന്ന സംഘങ്ങളെയെല്ലാം ചോദ്യം ചെയ്തെങ്കിലും ഒരു തുമ്പും ഉണ്ടായില്ല. അങ്ങനെ അഗസ്റ്റിൻ്റെ സഹോദരൻ ജോസിൻ്റെ കുടുംബത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിൽ ജോസിൻ്റെ ഭാര്യ ജനുവരി 7 ഞായറാഴ്ച കൃത്യം നടന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ മകളെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിനായി തൃശ്ശൂരേക്ക് വണ്ടി കയറ്റിവിടാൻ രാവിലെ 5:30 പുറത്തേക്കിറങ്ങിയപ്പോൾ പുകമഞ്ഞിൻ്റെ അവ്യക്തതയിൽ നിന്ന് ആരോ മാഞ്ഞൂരാൻ വീടിൻ്റെ ഭാഗത്ത് നിന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു പോകുന്നു. ഒന്നുകൂടി നോക്കുമ്പോഴാണ് ആളെ മനസ്സിലായത്. അത് ആന്റണിയാണ്. ആരാണ് ആന്റണി? ആന്റണി മാഞ്ഞൂരാൻ കുടുംബത്തിലെ അകന്നൊരു ബന്ധുവാണ്. വീട്ടിലെ എല്ലാ സഹായങ്ങൾക്കും വരും. അഗസ്റ്റിൻ്റെ വീടുമായി നല്ല അടുപ്പമാണ്. നല്ല സ്വഭാവം, വിശ്വസ്തൻ. നഗരസഭയുടെ വണ്ടി ദിവസക്കൂലിക്ക് ഓട്ടിക്കലാണ് തൊഴിൽ. സാമ്പത്തിക പരാധീനതകൾ കാരണം പല ജോലികൾ ചെയ്തെങ്കിലും കരപിടിക്കാനാകാത്തതിനാൽ ഗൾഫിൽ പോകാനുള്ള പണിയിലായിരുന്നു ആന്റണി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ജനുവരി 7-ന് ആന്റണി ദമാമിൽ പോകുന്നതിനായി തൃശ്ശൂരിൽ നിന്ന് ബോംബെക്ക് തീവണ്ടി കയറി. ആന്റണിയുടെ വീട് വളരെ ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ആന്റണിയുടെയും ജ്യേഷ്ഠൻ്റെയും കുടുംബവുമാണ് താമസം. അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ ആന്റണി ശനിയാഴ്ച രാത്രി, അതായത് കൃത്യം നടന്ന രാത്രി വീട്ടിൽ എത്തിയിരുന്നില്ലെന്നും ഗൾഫിൽ പോകുന്നതിന് വിസയുടെ ബാക്കി പൈസ കൊടുക്കാനും ടിക്കറ്റ് എടുക്കാനുമൊക്കെ പൈസ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നെന്നും അതിൻ്റെ ആവശ്യത്തിനായി കോതമംഗലത്തെ കൂട്ടുകാരനെ കാണാൻ പോയതാണെന്നുമാണ് ആന്റണി വീട്ടിൽ പറഞ്ഞിരുന്നത്. അതേ തുടർന്ന് അന്വേഷണ സംഘം കോതമംഗലത്തെ കൂട്ടുകാരനെ ചോദ്യം ചെയ്തപ്പോൾ ആന്റണി അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന 50,000-ൽ കൂടുതൽ രൂപ ഞായറാഴ്ച നേരിൽ വന്ന് കൊടുത്തതായി അയാൾ പറഞ്ഞു. ഇതോടെ ആന്റണിയുടെ മേലുള്ള സംശയം ഒന്നുകൂടി ബലപ്പെട്ടു. ആന്റണിയുടെ കൂടെ ദമാമിൽ പോകാനായി ബോംബെ വരെ പോയി തിരികെ മടങ്ങേണ്ടി വന്ന വേറൊരാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യവേ ആന്റണി വിറ്റ് പൈസ കൊടുക്കാൻ വേണ്ടി ഒരു സ്വർണ്ണമാല തന്നെ ഏൽപ്പിച്ചതായും ആ മാല താൽക്കാലിക ആവശ്യത്തിന് താൻ പണയം വെച്ചതായും അയാൾ പറയുന്നു. പിന്നീട് പോലീസ് അത് കണ്ടെത്തി ബന്ധുക്കളെ കാണിച്ച് ഉറപ്പുവരുത്തി. ഇത്രയും ആയതോടെ ആന്റണിയെ നാട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതിനായുള്ള കരുക്കൾ നീക്കി തുടങ്ങി. ആന്റണിയുടെ ഭാര്യ ജമ്മയെ കൊണ്ട് ആന്റണിയെ വിളിപ്പിച്ച് പോകുന്നതിന് തലേ ദിവസം, അതായത് കൃത്യം നടന്ന രാത്രി എവിടെയായിരുന്നു എന്ന് അവരോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ജമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ആന്റണി വീണുപോകുന്നു. അതോടെ സാഹചര്യങ്ങളും തെളിവുകളുമൊക്കെ ആന്റണിക്കെതിരെയാകുന്നു. അങ്ങനെ ആന്റണിയെ വളരെ ശ്രമപ്പെട്ട് ബോംബെയിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു. ആദ്യമൊക്കെ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നെ കുറ്റം സമ്മതിക്കുന്നു.
ക്രൈം സീനിൽ നിന്ന് കിട്ടിയ വിരലടയാളവും ആന്റണിയുടേതും മാച്ചായതോടെ ആന്റണിക്കെതിരെയുള്ള തെളിവുകൾ ഉറച്ചു. കൃത്യം നടത്തിയത് ഒരാളാണോ അതോ ഒന്നിലധികം പേരാണോ എന്ന കാര്യത്തിൽ അന്വേഷണത്തിന്റെ തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആന്റണിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്തും പലതരം സംശയങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. 2001 ജനുവരി 6 ശനിയാഴ്ച 9 മണി. അഗസ്റ്റിൻ കടപൂട്ടി വീട്ടിൽ തിരികെ എത്തുമ്പോൾ ആന്റണി വീട്ടിലുണ്ടായിരുന്നു. നാളെ താൻ ബോംബെക്ക് പോവുകയാണെന്നും അവിടുന്ന് ബാക്കി നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ദമാമിലേക്ക് പോകുമെന്നുമൊക്കെ അഗസ്റ്റിനോട് പറയുന്നു. വീട്ടിൽ എപ്പോഴും വരികയും കാര്യങ്ങൾക്കൊക്കെ ഒരാളായി കൂടെ നിൽക്കുകയുമൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ആന്റണിയെ ആ വീട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുടുംബത്തോടെ അഗസ്റ്റിൻ സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. അവർ ആന്റണിയെയും സിനിമയ്ക്ക് വിളിച്ചെങ്കിലും അയാൾ പോയില്ല. ആന്റണിയെ ഇടയ്ക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുണ്ടായിരുന്ന കൊച്ചുറാണിയോട് ഗൾഫിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചു പൈസ ചോദിച്ചിരുന്നു. ആരുമില്ലാത്ത സമയത്ത് കൊച്ചുറാണിയോട് അത് സംസാരിക്കുവാൻ നോക്കിയാണ് ആന്റണി അവിടെ തന്നെ നിന്നത്. അഗസ്റ്റിനും മേരിയും ജസ്മോനും ധന്യയും സിനിമയ്ക്ക് പോകുന്നു. അമ്മച്ചി ക്ലാരയും കൊച്ചുറാണിയും പോകാതെ വീട്ടിൽ തന്നെ നിന്നു. അമ്മച്ചി പല പ്രാവശ്യം ആന്റണിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞെങ്കിലും അവൻ പോകാതെ കൊച്ചുറാണിയോട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഇരിക്കുന്നു. ഞായറാഴ്ച പോത്തിനും പോർക്കിനും ചെറിയുള്ളിയും വെളുത്തുള്ളിയും തൊലിക്കുകയായിരുന്നു കൊച്ചുറാണി. അമ്മച്ചി ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. ഈ സമയത്ത് കൊച്ചുറാണിയോട് ആന്റണി തൻ്റെ ആവശ്യം അവതരിപ്പിച്ചു. തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇതോടെ തീരുമെന്നും ഗൾഫിൽ പോയിട്ട് വാങ്ങിയ പൈസ തിരികെ തരാമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് കൊച്ചുറാണി ചെയ്തത്. അപ്പോൾ ആന്റണി കഴുത്തിൽ കിടന്ന മാല ചോദിച്ചു. അതിനും അവൾ വിസമ്മതിച്ചു. ഗൾഫിൽ പോകാനുള്ള ചിലവുകൾക്കും കടങ്ങൾ തീർക്കാനും അവസാന പ്രതീക്ഷയായി കരുതിയിരുന്ന കൊച്ചുറാണിയും കൈമലർത്തിയതോടെ ആന്റണിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. ക്ഷുഭിതനായ ആന്റണി മേശ പിടിച്ച് കൊച്ചുറാണിയുടെ ഭാഗത്തേക്ക് തള്ളി. തൊലിച്ചു വെച്ച ഉള്ളികൾ തറയിൽ വീണ് ചിതറി. കൊച്ചുറാണി ചാടി എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന കത്തി ആന്റണിയുടെ നേരെ നീട്ടി. ആന്റണി അവളെ പിടിച്ച് തള്ളി. അവൾ ചുമരിൽ തലയിടിച്ച് വീണു. തറയിലേക്ക് ചരിഞ്ഞു വീണ സ്റ്റൂൾ എടുത്ത് കൊച്ചുറാണിയുടെ തലക്കടിച്ചു. കൊച്ചുറാണിയുടെ വിളി കേട്ട് അമ്മച്ചി അവിടേക്ക് ഓടി വന്നു. അമ്മച്ചിയുടെ തലയ്ക്കും അതേ സ്റ്റൂൾ ഉപയോഗിച്ച് ആന്റണി ആഞ്ഞടിച്ചു. അമ്മച്ചി തൽക്ഷണം മരിച്ചു. അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്ക് പോകുമ്പോൾ ആന്റണി അവിടെ ഉണ്ടായിരുന്നു. തിരികെ വരുമ്പോൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന അമ്മച്ചിയെയും കൊച്ചുറാണിയെയും കണ്ടാൽ അത് തന്നിലേക്ക് വിരൽ ചൂണ്ടുമെന്ന് കണ്ട ആന്റണി അവരെയും കൊല്ലാൻ തീരുമാനിച്ചു. അമ്മച്ചിയുടെയും കൊച്ചുറാണിയുടെയും ശരീരം അടുക്കളയിൽ കൊണ്ടിട്ട് അടുക്കള വാതിലിൻ്റെ മറവിൽ അവരെ കാത്തുനിന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചെത്തിയ അഗസ്റ്റിൻ വാതിൽ തുറന്നു കിടക്കുന്നതിൽ കൊച്ചുറാണിയെ ശകാരിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറി വന്നത്. ഓണായി കിടക്കുന്ന TV ഓഫാക്കി അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോടാലി കൊണ്ട് ആന്റണി അഗസ്റ്റിൻ്റെ തലക്കടിച്ചു. ശബ്ദം കേട്ടോടി വന്ന മേരിക്കും തലയിൽ കോടാലി കൊണ്ട് അടി കിട്ടുകയും നിലത്തേക്ക് കുത്തിയിരിക്കുകയും ആ ഇരിപ്പിൽ മരണമടയുകയും ചെയ്തു. ഇതിൽ നിന്നും ഓടി മുറിയിൽ കയറാൻ ശ്രമിച്ച ധന്യയെ പിന്നാലെ പോയി തലക്കടിച്ച് വീഴ്ത്തുകയും ആരെയും ഒന്നും ചെയ്യില്ലേ ആന്റണിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണിയെ കെട്ടിപ്പിടിച്ച ജസ്മോനെയും ആന്റണി വകവരുത്തി. ഇതെല്ലാം ആന്റണിയുടെ വിവരണങ്ങളാണ്. കേസ് തെളിയിക്കുന്നതിൽ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI സാബുവും SI ബേബി വിനോദും അടങ്ങുന്ന ലോക്കൽ പോലീസിൻ്റെ പരിശ്രമത്തെ എല്ലാവരും ഒരുപോലെ അനുമോദിച്ചിരുന്നു. എങ്കിലും കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലും അവിടുന്ന് മേരിയുടെ അപ്പൻ്റെ അപ്പീലിനെ തുടർന്ന് CBIയും അന്വേഷിച്ചെങ്കിലും എല്ലാവരും ആന്റണിയിലേക്ക് തന്നെ എത്തിപ്പെട്ടു. 2004 CBI പ്രത്യേക കോടതി ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു. ആ വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചു. ഒടുവിൽ ആന്റണിയുടെ ദയാഹർജിയും രാഷ്ട്രപതി നിരസിച്ചു. ആന്റണിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എന്നാൽ 2018 ആന്റണിയെ കഴുമരത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നിർണായകമായ വിധി വന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ലോധയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത്. ആന്റണി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. ആലുവയിലെ ജനങ്ങൾ എന്നും പേടിയോടെ നോക്കിയും ചെവിയിൽ രഹസ്യം പറഞ്ഞും കടന്നുപോയിരുന്ന മാഞ്ഞൂരൻ തറവാട് മണ്ണോട് ചേർന്നു. കേരളത്തെ നടുക്കിയ ആ നാളുകളെയും ആ കുടുംബത്തിനെയും
ആന്റണിയെയും ഇന്നും ആ കാലങ്ങളിലൂടെ കടന്നുപോയവർ മറക്കാനിടയില്ല.